പ്രേതഭൂമിയായി ഗാസ. തെക്കൻ ഗാസയിൽ നിന്നും വടക്കൻ ഗാസയിൽ നിന്നും ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേൽ പിന്മാറി. ഇസ്രായേൽ പിന്മാറിയ ശേഷം ഹമാസ് പോരാളികളും UN പ്രവർത്തകരും നടത്തിയ UN രക്ഷാസൈന്യവും നടത്തിയ തിരച്ചിലാണ് പ്രേതഭൂമിയായി ഗാസ മാറിയ കാര്യം ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ നിന്നും 409 പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിലിന് മണ്ണുമാന്തി യന്ത്രം അടക്കം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹമാസ് പോരാളികൾ. പലസ്തീൻ രക്ഷാപ്രവർത്തക സംഘം സജീവമായി പ്രേതങ്ങൾക്കായി തിരച്ചിൽ നടത്തുന്നു. കൈറോയിലെ സമാധാന ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസിന് മുൻപാകെ വെച്ചിട്ടുണ്ട്. ഇന്നലെ മധ്യ ഗാസയിലും തെക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 153 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 33,360 75,933 പേർക്ക് പരിക്കേറ്റു. ഖാൻ യൂനിസിൽ വീടുകളടക്കം 55% കെട്ടിടങ്ങളും തകർന്നതായി പഠന സംഘം വെളിപ്പെടുത്തി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹ ഡേറ്റ അടിസ്ഥാനമാക്കി സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഗ്രാജുവേറ്റ് സെൻറ്റർ നടത്തിയ പഠനത്തിൽ 45,000 കെട്ടിടങ്ങൾ തകർന്നതായി കണ്ടെത്തി. വടക്കൻ ഗാസയിൽ 70%-ലേറെ കെട്ടിടങ്ങളായിരുന്നു തകർന്നത്. 6 മാസം വെടിനിർത്തൽ, 40 ബന്ദികൾക്ക് പകരം 700 പലസ്തീൻ തടവുകാർ, വടക്കൻ ഗസയിൽ ഇസ്രായേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ പുതിയ ശുപാർശകളാണ് 6 മാസം വെടിനിർത്തൽ, 40 ബന്ദികൾക്ക് പകരം 700 പലസ്തീൻ തടവുകാർ, വടക്കൻ ഗസയിൽ ഇസ്രായേൽ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ നീക്കൽ തുടങ്ങിയ ശുപാർശകളാണ് പുതിയ വെടിനിർത്തൽ കരാറിലുള്ളത്. 253 ബന്ദികളിൽ 133 പേരാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ അവശേഷിക്കുന്നത്. ഇതിനിടെ ആക്രമണത്തിന് മുന്നോടിയായി റഫയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമം തുടങ്ങി. 40,000 കൂടാരങ്ങൾ വാങ്ങി ഇസ്രായേൽ അവരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. റഫ ആക്രമണത്തിന് തീയതി കുറിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി വിലക്കിയതിന് പിന്നാലെ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രായേലും നീക്കം തുടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിൽ ദശകങ്ങളായി കലുഷിതമായ ബന്ധമാണെങ്കിലും വ്യാപാരം സാധാരണ ഗതിയിലായിരുന്നു. ഗസയിൽ ബന്ദികളായവരുടെ കുടുംബാംഗങ്ങളുമായി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ നവംബർ 22-നും ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും തെക്കൻ ഗാസയും വടക്കൻ ഗാസയും ഒക്കെ ഉപേക്ഷിച്ച് ഇസ്രായേൽ സൈന്യം ഓടി രക്ഷപ്പെട്ടെങ്കിലും അവർ ഇപ്പോഴും വ്യോമാക്രമണം തുടരുന്നുണ്ട്. കരസൈന്യത്തിൽ പരാജയപ്പെട്ടെങ്കിലും വ്യോമ ആക്രമണത്തിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഗസയും പരിസര പ്രവിശ്യകളും ഒക്കെ പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു.